തിരുരക്തം ചിന്തി ക്രൂശതിൽ ഈ പാപിയാമെന്നെ നേടിടുവാൻ തിരുരക്തം ചിന്തി ക്രൂശതിൽ നിറയ്ക്കണേ നിന്നാത്മാവിനാൽ കഴുകണേ നിൻ ശുദ്ധരക്തത്താൽ നിറയ്ക്കണേ നിന്നാത്മാവിനാൽ ജീവിച്ചിടും ഞാൻ ക്രൂശിൻ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ എന്നെ ആഴമായി സ്നേഹിച്ചിടാൻ എന്നിലെന്തു കണ്ടു നാഥാ ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ എന്നിലെന്തു കണ്ടു നാഥാ ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ അനുദിനം പോറ്റും നാഥനായ അളവില്ലാത്ത ദാനങ്ങളാൽ അനുദിനം പോറ്റും നാഥനായി പകരം എന്തു ഞാൻ നൽകിയിടുമേ പൂർണ്ണ ഹൃദയമോടാരാധിക്കും ഹൃദയമോടാരാധിക്കും എന്നെ ആഴമായി സ്നേഹിച്ചിടാൻ എന്നിലെന്തു കണ്ടു നാഥാ ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ എന്നിലെന്തു കണ്ടു നാഥാ ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ
മുറ്റുമായൊരുക്കും നിന്നെ ഞാൻ. യുഗായുഗം സ്വർഗവാസത്തിനായി മുറ്റുമായൊരുക്കും നിന്നെ ഞാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവ ഇഷ്ടം, ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം പ്രാപിക്കുക. വേദപുസ്തകം വായിക്കുമ്പോൾ ശുദ്ധീകരണം അനുഭവിക്കുന്നവരെല്ലാവരും യാതനകൾ കൂടിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഏലിയാവ് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർമ്മേലിൽ തീ ഇറക്കുന്നത് നമുക്ക് കാണാം. കർമ്മേൽ പർവ്വതത്തിൽ 400-ലേറെ അശേര പ്രവാചകന്മാരും 450-ലേറെ ബാലിൻ്റെ പ്രവാചകന്മാരും ഒരുമിച്ച് കൂടിയിരുന്നിടത്ത് വിഗ്രഹാരാധനയുടെ മധ്യത്തിൽ ഏലിയാവ് ഒറ്റയ്ക്ക് നിന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചു. നിത്യനായ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. തന്നെ ദാസൻ്റെ മുഖത്തെ മാനിച്ചു. സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി യാഗവസ്തുവിനെ ദഹിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കർത്താവ് കേട്ട് നമുക്ക് അത്ഭുതകരമായ അനുഭവങ്ങൾ തരും. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം യൗസേപ്പിനെ. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മകനായ യൗസേപ്പ് ഒട്ടേറെ ദുരിതം അനുഭവിച്ച ഒരാളായിരുന്നു. പക്ഷേ യൗസേപ്പ് മിസ്രയീമിലെ ഫറോ രാജാവിൻ്റെ പ്രധാനമന്ത്രിയായി തീർന്നു. 13 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒരു കുറ്റവും ചെയ്യാതെ 13 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്നു. ആ കാലങ്ങളെല്ലാം എന്തുരിയായിരിക്കും ജീവിച്ചത്. യൗസേപ്പിൻ്റെ സഹോദരന്മാർ യൗസേപ്പിനെ പകച്ചു. യൗസേപ്പിനോട് അസൂയപ്പെട്ടു. യൗസേപ്പിനെ പൊട്ടക്കെട്ടിൽ തള്ളിയിട്ടു. പാവമായ യുവാവിൻ്റെ 17 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവിൻ്റെ ശരീരമാസകലം വിണ്ട് കീറി ആ പൊട്ടക്കെട്ടിലേക്ക് വീണ് അഴുക്കുള്ള ആ ചെളിയിൽ എത്ര നേരം കിടന്നു. പാവം, എന്നോട് എന്തിനാണ് ഇങ്ങനെ ദ്രോഹിച്ചത് എന്ന് ഉള്ളിൽ ഭാരം വന്നു, സങ്കടം വന്നു. പക്ഷേ ആരോടും പരിഭവം വന്നില്ല. സഹോദരന്മാരങ്ങനെ ചെയ്തല്ലോ എന്നുള്ള അവരോടുള്ളതായി നീരസം വന്നില്ല, പക വന്നില്ല. എൻ്റെ ദൈവം എനിക്കൊരു സ്വപ്നം തന്നിട്ടുണ്ട്. എൻ്റെ ജീവിതം തീരാനുള്ളതല്ല, ഈ പൊട്ടക്കെട്ടിൽ തീരാനുള്ളതല്ല എൻ്റെ ജീവിതമെന്ന് യോസേഫിന് അറിയാമായിരുന്നു. ഈ പൊട്ടക്കെട്ടിലെ ചെളിവെള്ളത്തിൽ അവിടെ ശ്വാസം മുട്ടി തീരാനുള്ളതല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതത്തിന് വിലയേറിയ ഉദ്ദേശമുണ്ട് എൻ്റെ ദൈവത്തിന്. എൻ്റെ ദൈവം എന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. എനിക്ക് ദൈവം ഒരു സ്വപ്നം തന്നിട്ടുണ്ട്. ഞാൻ ഉയരും, ഞാൻ വളരുമെന്നുള്ളൊരു സ്വപ്നം തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളിൽ പലർക്കും പലതരത്തിൽ ദൈവം പല വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ട്. പല വാഗ്ദാനങ്ങളും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എനിക്കറിയാം ചിലർക്ക് കിട്ടിയ വാഗ്ദാനങ്ങൾ. ഞാൻ നിന്നെ ദൂരത്ത് ദേശത്തിൻ്റെ അതിരോളം ഞാൻ നിന്നെ നടത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ചിലരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ അനേകർക്ക് വേണ്ടി ഞാൻ ഈ തലമുറയിൽ നിന്നെ നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്നിൽ നിന്നുകൊണ്ട് ഞാനൊരു തലമുറയെ ഞാൻ വാർത്തെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ഭുതകരമായ വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ സ്വായത്തമാക്കുക, സ്വന്തമാക്കുക. ദൈവം തന്നിട്ടുള്ളതായ വാഗ്ദാനങ്ങൾ നിങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തെ നിങ്ങൾ സ്തുതിക്കുക. കർത്താവിന് സ്തോത്രം.
ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ, നിങ്ങൾ വാഗ്ദാനങ്ങളിലേക്ക് തിരിയുക. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾ ചകഞ്ഞെടുക്കുക. ദൈവം തന്ന വാഗ്ദാനങ്ങൾ, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അവൻ വാഗ്ദാനം നിവർത്തിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ ഉള്ളം തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തെ നന്ദിയോടെ ആരാധിക്കുക, നന്ദിയോടെ സ്തുതിക്കുക. ദൈവത്തിന് സ്തോത്രം. യൗസേപ്പിന് വാഗ്ദാനം ലഭിച്ചിരുന്നു. യൗസേപ്പ് ഉന്നതനാകുമെന്ന്, യൗസേപ്പ് സഹോദരന്മാരെക്കാൾ ഉന്നതനാകുമെന്ന്, സഹോദരന്മാരെ ഭരിക്കുമെന്ന്, അപ്പനും യൗസേപ്പിൻ്റെ സഹോദരന്മാരും യൗസേപ്പിനെ വണങ്ങുമെന്ന്. ഇതെല്ലാം യൗസേപ്പ് ദൈവം കൊടുത്തതായ വാഗ്ദാനങ്ങൾ അതിൽ യൗസേപ്പിൻ്റെ ഉള്ളത്തിലുണ്ട്. പൊട്ടക്കണ്ടിൽ ഇറക്കുമ്പോഴും യൗസേപ്പ് തളർന്നില്ല, വാടിയില്ല. അവിടെ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. വചനമോർ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് സ്തോത്രം. വചനം, നീ എൻ്റെ ദൈവത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. സ്തോത്രം. ഒരു വാഗ്ദാനമാണ്. നിങ്ങൾ ആ വാഗ്ദാനം എടുത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. അതൊരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തെ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും. അതൊരു വാഗ്ദാനമാണ്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഇനി ഞാൻ അവനെ സ്തുതിക്കും. ആ വാഗ്ദാനം വചനം ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തെ നിങ്ങൾ സ്തുതിക്കുക. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു. അതൊരു വാഗ്ദാനമാണ്. അത് വെച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. കഷ്ടകാലത്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അതൊരു വാഗ്ദാനമാണ്. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. കർത്താവിന് സ്തോത്രം. യഹോവ കരുണയുള്ളവൻ, അവൻ രോഗക്കിടക്ക മാറ്റിയിരിക്കുന്നു. അതൊരു വാഗ്ദാനമാണ്. രോഗശൈലിയിൽ കിടക്കുമ്പോൾ ആ വാഗ്ദാനം ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. കർത്താവിന് സ്തോത്രം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ദൈവം തന്ന വാഗ്ദാനമാണ്. സൗഖ്യമാക്കുന്ന യഹോവ. ആ വാഗ്ദാനം അതിനെ ഉച്ചരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. വാഗ്ദാനം അത് ഓരോന്ന് എടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ കിട്ടിയിട്ടില്ലേ? ഈ ബൈബിൾ തുറന്നാൽ നിറയെ വാഗ്ദാനങ്ങളുണ്ട്. ഈ ബൈബിളിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനമുണ്ട്. വചനം ശക്തിയേറിയ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വിശ്വാസ നായകനും പൂർത്തി വരുത്തനുമായ യേശുവിനെ നോക്കുക. അതൊരു വാഗ്ദാനമാണ്. നോക്കിയാൽ എന്താണ്? തൻ്റെ മുമ്പിൽ തരുന്ന സന്തോഷം അവൻ ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുകയും പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിന്നിട്ടില്ല. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പാപത്തോട് പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കുക. വാഗ്ദാനം അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തെ നിങ്ങൾ സ്തുതിക്കുക. വിശ്വാസ നായകനെ ബോധ്യവരുത്തനുമായ യേശുവിനെ നോക്കുവാനാണ് പറഞ്ഞത്. യേശുവിലേക്ക് നോക്കുക. മനുഷ്യരിലേക്ക് നോക്കാതെ, ഏതെങ്കിലും കൂട്ടായ്മകളിലേക്ക് നോക്കാതെ, സഭകളിലേക്ക് നോക്കാതെ, ക്രൂശിലേക്ക് നോക്കുക. ക്രൂശിതനിലേക്ക് നോക്കുക. ക്രൂശിന്മേൽ കിടക്കുന്ന ക്രിസ്തുവിലേക്ക് നോക്കുക. വേദനയുടെ പ്രതീകമായി ക്രൂശിന്മേൽ കിടക്കുന്ന കർത്താവായ യേശുവിലേക്ക് നോക്കുക. ശരീരം പൊളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ വിഷമിച്ച് വലയുമ്പോൾ, അല്ല വയറുവേദന കൊണ്ട് ശരീരം പൊളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പറയണം, കർത്താവേ, നിൻ്റെ കൃപയുടെ കരം, സൗഖ്യമാക്കുന്ന കരം എൻ്റെ മേലിപ്പോൾ ഒന്ന് വെക്കണമേ. നിങ്ങൾ പറയണം, കർത്താവേ, എൻ്റെ ആയുസ് ഞാൻ ഇതാ നിനക്ക് തരികയാണ്. എന്നേക്കുമായിട്ട് ഞാൻ ഇതാ തരികയാണ്. മരണത്തോളം പാവം വരാതെ നിൽക്കുമെന്ന് ഞാനിതാ നിന്നോട് വാക്ക് പറയുകയാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ മനസ്സറിഞ്ഞൊരു പാവം വരികയില്ലെന്ന് ഞാൻ ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ്. കർത്താവേ, ഇപ്പോൾ നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലവേദന വയ്ക്കണമേ. എനിക്ക് ആശ്വാസം തരണമേ. എൻ്റെ ഈ മാറാത്ത തലവേദന നീ മാറ്റി തരണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ഈ ശ്വാസം മുടൽ നീ മാറ്റി തരണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ഈ വയറുവേദന നീ ഒന്ന് മാറ്റി തരണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ശരീരത്തിൽ അവിടെയുള്ള വേദനകളെല്ലാം
നീ കാണുന്നല്ലോ, നീ അറിയാതെ ഒന്നുമില്ലല്ലോ. കാരണം എൻ്റെ തലമുടി ആരെല്ലാം നീ എണ്ണി വെച്ചിട്ടുണ്ടല്ലോ. നിനക്കറിയാമല്ലോ എത്ര എണ്ണമുണ്ട്, എത്ര എണ്ണം കൊഴിഞ്ഞു വീഴുന്നു, എല്ലാം നിനക്കറിയാമല്ലോ. അതുകൊണ്ട് കർത്താവേ, എല്ലാം അറിയുന്ന എൻ്റെ യേശുവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഈ ജീവിതം ഞാനിപ്പോൾ തുറന്നു വയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിനക്കറിയാമല്ലോ ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിച്ചതാണെന്ന്. നിനക്കറിയാമല്ലോ എൻ്റെ ഭാവി ഞാൻ നിന്നെ ഏൽപ്പിച്ചതാണെന്ന്. ഇനി തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് നിനക്കറിയാമല്ലോ. നീ എൻ്റെ ഹൃദയം കാണുന്നുണ്ടല്ലോ. കർത്താവേ, മരണത്തോളം നിൻ്റെ ഒരു വിശുദ്ധദാസനായി, നിൻ്റെ വിശുദ്ധദാസിയായി ഞാൻ ജീവിക്കുമെന്ന് ഞാൻ നിൻ്റെ വാക്ക് പറഞ്ഞ് നിനക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. പറയൂ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് വിശ്വാസത്തോടെ നിങ്ങൾ ഉച്ചരിക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. കാണാം വാഗ്ദാനങ്ങൾ, ദൈവം തന്ന വാഗ്ദാനങ്ങൾ. യൗസേപ്പ് ഓർത്തു, എൻ്റെ കർത്താവേ, നീ എനിക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. എനിക്ക് ഈ പൊട്ടക്കിണറ്റിൽ തീരാനുള്ളതല്ല എൻ്റെ ജീവിതമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ആരോടും പരിഭവമില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് അത് എന്നെ തന്നെ കഴുകിയെടുക്കാനാണ്, എന്നെ തന്നെ ശുദ്ധീകരിച്ചെടുക്കാനാണ്. അവർ പൊട്ടക്കിണറ്റിൽ നിന്ന് പൊക്കിയെടുത്തു. കച്ചവടക്കാർക്ക്, വിദ്യാന്യ കച്ചവടക്കാർക്ക് കൊടുത്തു. കച്ചവടക്കാർ വാങ്ങി, യോസേപ്പിനെ അവരെ ഏറ്റുവാങ്ങി. ഞാനിങ്ങനെ കാണുകയാണ്, അന്നത്തെ സമ്പ്രദായം അടിമകളെ ചൂട് വെച്ചാണ് എടുക്കുന്നത്. ഇരുമ്പ് കുഴപ്പിച്ച് തുടയിൽ വെച്ച് അടയാളം വയ്ക്കും. അടിമകൾക്ക് അടയാളം വയ്ക്കണം. അങ്ങനെ അടയാളം വെച്ചു. പാവം യോസേപ്പിൻ്റെ തുടയിൽ ഈ ഇരുമ്പ് കൊഴിപ്പിച്ച് വെച്ച് അവിടെ ശരീരത്തിലെ മാംസം ഉരുകി അങ്ങനെ ഒലിച്ച് പോയപ്പോൾ യോസേപ്പ് പെടഞ്ഞ് കരഞ്ഞുകൊണ്ട് നിന്നു. എന്നാൽ യോസേപ്പിനറിയാം, എല്ലാം എൻ്റെ കർത്താവ് കാണുന്നുണ്ട്. ഓ, എന്തൊരു വിശ്വാസം! എൻ്റെ കർത്താവ് കാണുന്നുണ്ട്. മകളെ, നീ ഭർത്താവിൻ്റെ മർദ്ദനമേറ്റ് നീ പിടയുമ്പോൾ, അമ്മയമ്മയുടെ കൊള്ളുവാക്കുകളും കുത്തുവാക്കുകളും കേട്ട് നീ വലയുമ്പോൾ ഓർത്തുകൊള്ളണം, എൻ്റെ യേശു ജീവിക്കുന്നു എന്ന്. മകളെ, നീ മരുമകളുടെ കുത്തിത്തിരിപ്പും അവളുടെ ഇഷ്ടക്കേടും കൊണ്ട് നീ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, എൻ്റെ ദൈവം ജീവിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ അതിക്രമം കൊണ്ട് നീ വലയുമ്പോൾ ഓർത്തുകൊള്ളണം, നിൻ്റെ ദൈവം ജീവിക്കുന്നുണ്ട് എന്ന്. എല്ലാം കാണുന്നവൻ ജീവിക്കുന്നുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. രോഗത്തിൻ്റെ പേടയിൽ വലയുമ്പോൾ ഓർത്തുകൊള്ളണം, സൗഖ്യമാക്കുന്ന കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. പാപത്തിൻ്റെ ശോധനകൾ വരുമ്പോൾ, പ്രലോഭനങ്ങൾ വരുമ്പോൾ നീ ഓർത്തുകൊള്ളണം, ഞാൻ യഹോവയോട് പറഞ്ഞുപോയി എനിക്ക് പിന്മാറിക്കൂടാ എന്ന്. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി എനിക്ക് പിന്മാറിക്കൂടാ എന്ന്. ഇങ്ങനെ നിങ്ങൾ ഒന്നൊന്നായി ഓർത്ത് ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ ജീവിതത്തിലെ കടത്തിൻ്റെ ഭാരത്തിൽ നിങ്ങൾ വിഷമിച്ച് അടുവേർപ്പെട്ട് വലയുമ്പോൾ, അയ്യോ, ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, ഈ കടം തീർക്കാൻ മാർഗമില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, സർവ്വകടവും കുരിശിൽ തീർത്ത കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നുവെന്ന്. എൻ്റെ കടങ്ങളെല്ലാം കുരിശിൽ തീർത്ത എൻ്റെ യേശു ജീവിക്കുന്നുവെന്ന്. നിങ്ങൾക്ക് തോന്നും ഇതെല്ലാം മിഥ്യയായ ചില ധാരണകളല്ലേ എന്ന്. അല്ല പ്രിയരെ, അല്ല, മിഥ്യയായതല്ല, ഇതെല്ലാം സത്യമാണ്. നിങ്ങൾ വിശ്വസിക്കൂ. തൻ്റെ മക്കളുടെ പ്രശ്നം കാണുന്ന ഒരു നല്ല ദൈവം ജീവിക്കുന്നുണ്ട്. തൻ്റെ മക്കളുടെ യാതനയും വേദനയും അറിയുന്ന ഒരു നല്ല ദൈവം ജീവിക്കുന്നുണ്ട്. ആ ജീവനുള്ള ദൈവം നിങ്ങളെ ഇപ്പോൾ ചേർത്തണച്ചുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യം പകർന്നു തരികയാണ്, വിശ്വാസം പകർന്നു തരികയാണ്. ദൈവത്തിന് സ്തോത്രം. അവർ യൗസേപ്പിനെ അങ്ങ് മിസ്രൈമിലേക്ക്, ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. കച്ചവടക്കാരല്ലേ, അടിമ കച്ചവടമല്ലേ. അവർ നല്ല പൈസ കിട്ടിയപ്പോൾ, വില കിട്ടിയപ്പോൾ അവർ യൗസേപ്പിനെ പൊത്തിഫേറിന് വിറ്റു. മിസ്രൈമിലെ കൊട്ടാരത്തെ ഫറവോ രാജാവിൻ്റെ അകമ്പടി നായകനായ പൊത്തിഫേറിനെ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പൊത്തിഫേറിൻ്റെ വീട്ടിൽ നല്ല സൗകര്യപ്രദമായൊരു ഭവനം. പക്ഷേ അവിടെ ഒരു കെണിയുണ്ട് എന്ന് യൗസേപ്പ് ആദ്യം അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഓർത്തുകൊള്ളണം, എല്ലാം അനുകൂലമായി വരുമ്പോഴും ഓർത്തുകൊള്ളണം, പിന്നിൽ ചില കെണികൾ ഉണ്ടായി എന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. പിശാച് നോക്കി യൗസേപ്പിനെ കൊല്ലാൻ പറ്റിയില്ല. പിശാച് തീരുമാനിച്ചു, യൗസേപ്പിൻ്റെ സ്വപ്നം നടക്കരുത്, അത് യൗസേപ്പിനെ അശുദ്ധനാക്കണം, യൗസേപ്പിനെ പാപത്തിൽ വീഴിക്കണം. അതിന് പിശാച് നോക്കി. അങ്ങനെ പിശാച് യൗസേപ്പിനെ അവിടെ വശീകരിക്കാൻ ശ്രമിച്ചു, പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. ആ ദുഷ്ട സ്ത്രീ, പൊത്തിഫേറിൻ്റെ ഭാര്യ, യൗസേപ്പിനെ തിന്മയിലേക്ക് വശീകരിക്കാൻ ശ്രമിച്ചു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അപ്പോഴും യൗസേപ്പിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ട്. എൻ്റെ കർത്താവിന് സ്തോത്രം. ഒരു നല്ല സ്വപ്നം, അത് മനസ്സിൽ കിടങ്ങ് തെളിഞ്ഞ് നിൽക്കുകയാണ്. ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതം മലിനപ്പെടുത്തുകയില്ല,
എൻ്റെ ഈ ശരീരം മലിനപ്പെടുത്തുകയില്ല, എൻ്റെ ഉള്ളത്തിൽ അശുദ്ധമായതൊന്നും വരികയില്ല. എനിക്ക് ഒരു സ്വപ്നമുണ്ട്. എൻ്റെ ദൈവം എനിക്കൊരു സ്വപ്നം തന്നിട്ടുണ്ട്. എൻ്റെ ദൈവം എനിക്കൊരു ഉയർച്ച തന്നിട്ടുണ്ട്. ആ ഉയർച്ചയിലേക്ക് നടന്ന് നീങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് 13 കൊല്ലം ജയിലിൽ കിടന്നു. ഒരു തെറ്റും ചെയ്തിട്ടല്ല, ഒരു തെറ്റും ചെയ്യാതെ തൻ്റെ മേൽ കുറ്റം ആരോപിച്ചു. ദൈവത്തിന് സ്തോത്രം. ശുദ്ധീകരണത്തിൻ്റെ ആ പടവുകൾ കയറുകയാണ്. ഓരോന്നിങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ ഉരുകി ആൾ രൂപാന്തരപ്പെടുകയാണ്. ദൈവവേദനയെ ഞാൻ പറയട്ടെ, നിൻ്റെ അപ്പൻ നിന്നെ നിരസിക്കുമ്പോൾ, നിൻ്റെ അമ്മ നിന്നെ ദുഃഖിപ്പിക്കുമ്പോൾ നീ ഓർത്തുകൊള്ളണം, ഞാൻ ശുദ്ധീകരണത്തിൻ്റെ പാതയിലാണ് എന്ന്. നിൻ്റെ ഭാര്യ നിന്നെ വേദനിപ്പിക്കുമ്പോൾ, ഭർത്താവ് നിന്നെ ദുഃഖിപ്പിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഞാൻ ശുദ്ധീകരണത്തിൻ്റെ പാതയിലാണ് എന്ന്. മകനെ, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ മാതാപിതാക്കളുടെ വാത്സല്യം നിനക്ക് കിട്ടാതെ വരുമ്പോൾ നീ ഓർത്തുകൊള്ളണം, ഞാൻ ശുദ്ധീകരണത്തിൻ്റെ പാതയിലാണ് എന്ന്. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ യാതനയേറ്റ് മനസ്സ് ഉഷ്ണിച്ച് ഒറ്റപ്പെട്ടവനായി, എൻ്റെ ഹൃദയം വേദനിച്ച് ആകെ മുറിപ്പെട്ടവനായി ജീവിച്ച ഒരു ബാല്യകാലം ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മറ്റുള്ളവർ നോക്കുമ്പോൾ അന്ന് എന്താണ് കുറവുണ്ടായിരുന്നത്? ഒരു കുറവുമില്ല. ആഹാരത്തിന് മാർഗമുണ്ട്, പാടത്ത് കൃഷിയുണ്ട്, സൗകര്യങ്ങളുണ്ട്, പൈസയ്ക്ക് വലിയ മാർഗമില്ലെന്നേ ഉള്ളൂ. എന്നാലും ജീവിച്ചു പോകാം. ആണ്ട് കശുവണ്ടി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കും. ദൈവത്തിന് സ്തോത്രം. അന്നൊക്കെ ഇഞ്ചിപ്പുലുണ്ടായിരുന്നു. അതുകൊണ്ട് തൈലം വായിട്ടെടുക്കുന്ന സമുദായം ഉണ്ടായിരുന്നു. ജീവിച്ചു പോകാവുന്ന രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ മനസ്സിൽ സമാധാനം ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ ഓർക്കുന്നു, നന്നായി എന്ന്. അത്രയും ദുരിതം പിടിച്ച ഒരു ജീവിതം, ഒറ്റപ്പെട്ടു പോയൊരു ജീവിതം, ആകുലപ്പെട്ടു പോയൊരു ജീവിതം, സങ്കടപ്പെട്ടു പോയൊരു ജീവിതം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആരുമില്ലെന്ന് ഞാൻ ഓർത്ത ജീവിതം, ഞാൻ ആരുമില്ലാത്തനായി പോയല്ലോ എന്ന് ഞാൻ ഓർത്ത ജീവിതം, അനാഥനാണല്ലോ എന്ന് ഞാൻ ഓർത്ത ജീവിതം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ അനാഥനായിരുന്നില്ല. എൻ്റെ അപ്പൻ്റെ സഹോദരന്മാർ എന്നെ സഹായിക്കുകയും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ഞാൻ അനാഥനാണ്, എനിക്ക് ആരുമില്ല എന്നുള്ള ഒരു ചിന്ത. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചു. അപ്പനെന്ന് 33 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ പെങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ പെങ്ങളുടെ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ ചേട്ടന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അവരെല്ലാം കടന്നുപോയവരാണ്. കടന്നുപോയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് അതിന് വേറെ തീവെള്ളച്ചൊന്നും അറിയാൻ പാടില്ല പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം അവരെ ഓർക്കും. ദൈവത്തിന് സ്തോത്രം. എന്നെ ഓമനിച്ച് വളർത്തി എൻ്റെ അപ്പനും എൻ്റെ ചേട്ടനും ഇന്ന് കടന്നുപോയപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളുമാണ് എന്നെ വളർത്തിയത്. ദൈവത്തിന് സ്തോത്രം. സങ്കടപ്പെട്ട് കഴിഞ്ഞു പോയൊരു ജീവിതം, ഭാരപ്പെട്ട് ഉലഞ്ഞു പോയൊരു ജീവിതം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നാൽ അതിൽ കൂടിയെല്ലാം എന്നെ കർത്താവ് ഉരുക്കിയെടുക്കുകയായിരുന്നു. എന്നെ ഉരുക്കിയെടുക്കുകയായിരുന്നു. എന്നെ ശുദ്ധീകരിച്ചെടുക്കുകയായിരുന്നു. എനിക്ക് കർത്താവ് ഒരാവശ്യമാണെന്ന് വന്നു. എനിക്ക് യേശു വേണമെന്ന് വന്നു. യേശു കൂടാതെ ജീവിതം സാധ്യമല്ലെന്ന് വന്നു. ഞാൻ അതുകൊണ്ട് ഭാഗ്യവശാൽ യേശുവിനെ പിടിക്കാനിടയായി, യേശുവിൻ്റെ കൃപയിലേക്ക് വരാനിടയായി. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും യാതനയേറ്റ് പിടയുന്നവരുണ്ടോ? പലതരത്തിലുള്ളതായ പ്രയാസങ്ങളിൽ ടെൻഷനേറ്റ് വിഷമിക്കുന്നവരുണ്ടോ? ദൈവത്തിന് സ്തോത്രം. മനസ്സ് ഉരുകി ഭാരപ്പെടുന്നവരുണ്ടോ? പൈസയുടെ കടമോർത്ത് എന്തു വേണ്ടെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ടോ? രോഗത്തിൻ്റെ അവലാതി കൊണ്ട് മനസ്സ് ഉഷ്ണിച്ച് കഴിയുന്നവരുണ്ടോ? കുടുംബത്തിൽ എന്നൊരു വിലയില്ല, എൻ്റെ അപ്പന് ഒരു വിലയില്ല, അമ്മയ്ക്കൊരു വിലയില്ല എന്നോർത്ത് മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടോ? മകനെ, നിന്നെ കർത്താവ് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മകളെ, നിന്നെ യേശു ക്രിസ്തു രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇന്ന് ഭർത്താവിൻ്റെ മർദ്ദനമേറ്റ് പിടയുന്നു. നീ ഇന്ന് സ്നേഹം കിട്ടാതെ വലയുന്നു. ഞാൻ എന്തിന് ജീവിക്കുന്നു, ഇനി ആർക്കും ഇഷ്ടമില്ല എന്ന് നീ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന് വിശ്വസിക്കൂ, മറക്കരുത്, ഓർത്തുകൊള്ളൂ, നിന്നെ യേശുവിന് ഇഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഭർത്താവിന് ഇഷ്ടമല്ല, നിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, പക്ഷേ യേശുവിന് നിന്നെ ഇഷ്ടമാണ്. സ്തോത്രം. പറയുന്നത് വെറുതെ പറയുന്നൊരു വാക്കല്ല കേട്ടോ. എൻ്റെ കർത്താവിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവ് നാവിൽ തന്നതുകൊണ്ടാണ് പറയുന്നത്. യേശുവിന് നിന്നെ ഇഷ്ടമാണ് മകനെ. ദൈവത്തിന് സ്തോത്രം. യേശുവിന് നിന്നെ ഇഷ്ടമാണ് മകളെ. യേശുവിന് നിന്നെക്കുറിച്ച് സ്നേഹമാണ്.
സ്തോത്രം. എന്നെ ആർക്കും സ്നേഹമില്ലെന്നാണ് നീ വിചാരിക്കുന്നത്. എൻ്റെ അപ്പൻ എന്നെ സ്നേഹമില്ല, എൻ്റെ അമ്മയ്ക്ക് എന്നെ സ്നേഹമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെയാണ് നീ ചിന്തിക്കുന്നത്. നിന്നെ സ്നേഹിക്കാൻ യേശു ഉണ്ട്. വിശ്വസിക്കൂ, യേശുവിനെ നീ ആശ്രയിക്കൂ, യേശുവിനെ നീ വിളിക്കൂ, യേശുവിൻ്റെ കൃപയിൽ നീ ശരണപ്പെടൂ. യേശുവിനോട് നീ പറയൂ, കർത്താവേ എൻ്റെ ആയുസ്സ് ഞാൻ നിനക്ക് കൈമാറുന്നു. ദൈവത്തിന് സ്തോത്രം. യൗസേപ്പ് യാതനകൾ കൂടി, ദുരിതം പിടിച്ച ജീവിതത്തിൽ കൂടി യൗസേപ്പ് അങ്ങനെ വളർന്നു വന്നു. യൗസേപ്പ് ഇസ്രായേലിൻ്റെ ഭരണാധികാരിയായി മാറി. ദൈവത്തിന് സ്തോത്രം. ഉന്നതമായ അത്യുന്നതമായ അനേകർക്ക് ആഹാരം കൊടുക്കുന്ന, അനേകരുടെ വിശപ്പ് മാറ്റുന്ന, ദേശത്തെ ക്ഷാമം മാറ്റുന്ന അത്യുന്നതമായ ശുശ്രൂഷ യൗസേപ്പിനെ ദൈവം പരിവേൽപ്പിച്ചു. നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചില ശുശ്രൂഷകൾ തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അത്യുന്നതമായ ചില ശുശ്രൂഷകൾ വിശ്വാസത്തോടെ നിങ്ങൾ കൈ നീട്ടി വാങ്ങുക. കർത്താവേ, നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഞാനിതാ കരം നീട്ടി വാങ്ങുന്നു. എൻ്റെ മേൽ നിൻ്റെ കരുണ ചൊരിയണമേ, എന്നോട് നീ മനസ്സറിയണമേ. ഇപ്പോൾ കർത്താവേ, നിൻ്റെ തിരക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ നെറ്റിമേൽ പതിയണമേ. കർത്താവേ, ഇതിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേൽ വയ്ക്കണമേ. എന്നെ സ്നേഹിക്കുന്ന യേശുവേ, എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുവേ, എനിക്ക് വേണ്ടി ക്രൂശിൽ വെച്ച് രക്ഷക, നിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ഭാവി ഞാനിതാ ഏൽപ്പിച്ചു തരുന്നു. എന്നെ അനുഗ്രഹിക്കണമേ, എന്നോട് മനസ്സറിയണമേ, എന്നെ കാവൽ ചെയ്യണമേ, തിരക്തത്താൽ വലയം ചെയ്യണമേ, ദുഷ്ടപിശാച് തൊടാതെ വണ്ണം തിരക്തത്താൽ എന്നെ ആവരണം ചെയ്യണമേ. പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ മക്കളെയെല്ലാം കൂട്ടി വരുത്തിയതിനായി സ്തോത്രം. നിൻ്റെ പ്രിയ മക്കളോട് അവിടുന്ന് മനസ്സറിഞ്ഞതിനായി സ്തോത്രം. എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ, എല്ലാവരെയും ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കണമേ. ആളത്ത് മുഴുവനായി കഴുകപ്പെടുന്ന മഹാഭാഗ്യം എല്ലാവർക്കും നൽകണമേ. കർത്താവിയുടെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും വിശുദ്ധരാക്കി ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.